ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അല്ലാഹുവേ പ്രിയതരാ ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ കൂട്ടുകാരെല്ലാവരും ഒരു ദിവസം പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ കഅബയിലേക്ക് ഉംറയ്ക്ക് പോകുകയാണ്. നാളെ ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകുകയാണ്. ഫദിലേ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഫദിലേ, ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ. വീടിന്റെ അകത്തേക്ക് കിടന്നു വന്നു. അവിടുന്ന് പറഞ്ഞു, ഉമ്മ, എല്ലാവരും ഉംറയ്ക്ക് പോകുകയാ. എനിക്ക് അല്ലാഹുവിന്റെ കഅബാലയം കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, വേണ്ട ഫദിലേ, എന്റെ പൊന്നുമോൻ ഇപ്പോൾ ഉംറയ്ക്ക് പോകണ്ട, പിന്നെ പോകാമെന്ന് ഉമ്മ പറയുകയാണ്. പടച്ചവനെ, ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ പിറ്റേ ദിവസം തന്റെ കൂട്ടുകാർ മുഴുവനും ഉംറയ്ക്ക് വേണ്ടി പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കടന്നു വരുമ്പോ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. എല്ലാവരും കൂടെ കളിയാക്കുകയാ. എടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഉംറയ്ക്ക് വേണ്ടിയാ പോകാ ചോദിച്ചത്, ഇതിന് പോലും നിന്റെ ഉമ്മ അനുവദിക്കുന്നില്ലല്ലോ. എല്ലാവരും ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കളിയാക്കുകയാ. അവിടുന്ന് വല്ലാത്ത ദേഷ്യം വന്നു, അവിടുന്ന് വല്ലാത്ത ദേഷ്യം വന്നു. പടച്ചവനെ, എല്ലാ കൂട്ടുകാരും കളിയാക്കിയിട്ട് പോവുകയാണ്. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കിടന്നു വന്നു. പിന്നെയും ചോദിച്ചു, ഉമ്മ, ഞാനും കൂടെ ഉംറയ്ക്ക് പോകട്ടെ ഉമ്മ. വേണ്ടടാ ഫദിലേ, വേണ്ടടാ ഫദിലേ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു, നീ പോകണ്ട. അവിടുന്ന് വല്ലാത്ത ദേഷ്യം വന്നു. വീടിന്റെ അകത്തേക്ക് കിടന്നു ചെന്നു. അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, കഅബാലയത്തിലേക്ക് ഉംറയ്ക്കാണല്ലോ പടച്ചവര്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. ഉമ്മയുടെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. വേണ്ടത് മുഴുവനും എടുത്തുകൊണ്ട് ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവേ ഉമ്മയുടെ മുന്നിലൂടെ ഇറങ്ങി പോവുകയാ. ഉമ്മ പോകല്ലേ, പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനതാ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, കൂട്ടുകാര് മുഴുവനും മുമ്പേ പോയി. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാട്ടാണ് ഇറങ്ങി വന്നത്. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാര് സമാധാനമില്ല. അവിടെ അവസാനം ചിന്തിച്ചു, അല്ലാ, നമസ്കരിച്ച മനസമാധാനം കിട്ടുമല്ലോ തമ്പുരാന്. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ കാണുന്ന പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുകയാണ്. അവിടെ നിന്ന് കണ്ട പള്ളിക്കകത്ത് കയറി നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ ജനങ്ങള് കിടന്നു വന്നിട്ടു, നാട്ടുകാര് മുഴുവനും ഓടി വന്നിട്ടു. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ്. എല്ലാവരും തല്ലുകയാണ്. കാരണം അവിടെ വലിയൊരു മോഷണം നടന്നു. കള്ളൻ ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. ഫദിലാണ് കള്ളനെന്ന് കരുതിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പിടിച്ച് കൈകാലുകൾ കെട്ടിയിട്ട് തല്ലുകയാ. അവസാനം കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ? ഫദിലിന്റെ രണ്ട് കൈയുമങ്ങ് വെട്ടിമുറിക്കുകയാ, രണ്ട് കാലുമങ്ങ് വെട്ടിമുറിക്കുകയാ, രണ്ട് കണ്ണുമങ്ങ് ചൂടുന്നെടുക്കുകയാ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പോയി. രണ്ട് കൈയും പോയി, കാലും പോയി, കണ്ണും പോയി. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ ഫദിൽ വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലോ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയോ. കൈകാല് മുറിച്ചിട്ട് ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ വടിയിൽ കൊണ്ട് മരുഭൂമിയിൽ വലിച്ചെറിയുകയോ. അവിടെ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ ഫദിൽ കിടന്ന് കരയുന്നു, അല്ലാ, ഖസ്റ ദുനിയാ വൽ ആഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവര്. എന്റെ ദുനിയാവ് പോയല്ലോ, എന്റെ ആഖിറം കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താവയ്യോ. അവിടെ കിടന്ന് യാചിക്കുന്നു, ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകൂ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരാ.
മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരാ, ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോകുമോ? ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വഴിയോരത്ത് കിടന്ന് യാചിക്കുകയാണ്. ഏതോ ഒരു യാത്രക്കാര് അവിടെ നിന്നെടുത്തുകൊണ്ട് പറഞ്ഞ അടയാളം വെച്ച് പറഞ്ഞ ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വരികയാ. അവര് ചോദിച്ചു, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? അല്ലാഹുവേ, കണ്ണില്ല, കാലില്ല, കൈയില്ല, രക്തത്തിൽ കുളിച്ചിട്ട് കിടക്കുന്നു, ആരാണെന്ന് തിരിച്ചറിയാ കഴിയുന്നില്ലോ. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിക്കുന്നു, ഉമ്മ ഞാനാണുമ്മ, ഉമ്മയുടെ പൊന്നുമോന് ഫളിലാ ഉമ്മ. ഉമ്മയുടെ പൊരുത്തമില്ലാതെ മക്കയിലേക്ക് പോയി എനിക്ക് അല്ലാഹു തന്ന ശിക്ഷയാണുമ്മ. തന്റെ പൊന്നാര മകൻ കിടന്ന് കരയുമ്പോ അവിടുന്ന് ദാ പെറ്റുമ്മയെടുത്ത് മടിത്തട്ടിൽ വെച്ച് കരഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ, എടാ കള്ള് കുടിക്കാ പോയതല്ലോ, പെണ്ണ് പിടിക്കാ പോയതല്ലോ, സിനിമയ്ക്ക് പോയതല്ലോ, ഫുട്ബോൾ കളിക്ക് പോയതല്ലോ, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയതല്ലോ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണിന്റെ കഥയല്ല. അള്ളാന്റെ കഅബാലയത്തിലേക്ക് മാതാവിന്റെ പൊരുത്തമില്ലാതെ ഇറങ്ങിപ്പോയ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ വേണ്ടടാ, മോനെ വേണ്ടടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അവന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കയിൽ പോയ അല്ലാഹുവിന്റെ കഅബാലയം ഉംറ ചെയ്യാൻ പോയ ഒരു മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെങ്കിൽ, കണ്ടവന്റെ കൂടെ ഓടുന്ന പെമ്മക്കൊക്കെ അല്ലാഹു കൊടുക്കുന്നത് എന്തായിരിക്കും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.